എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് വർക്ക് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. എന്താണ് വർക്ക് അറ്റ്മോസ്ഫിയർ എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് കാണാനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ വർക്ക് അറ്റ്മോസ്ഫിയറും ജപ്പാനിലെ വർക്ക് അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു പ്രത്യേകതയാണ് ഹൈറാർക്കി എന്ന് പറയുന്നത്. മുകളിൽ നിന്ന് താഴോട്ടാണ് അതിൻ്റെ ഓർഡർ പോകുന്നത്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പലപ്പോഴും അവിടെ ഒരു ഓണറുണ്ട്. ഇപ്പോൾ ജപ്പാനിലായാലും അവിടെ ഒരു ഓണറുണ്ട്. ഒരു ഓണറാണ് ഈ വർക്കുകളെല്ലാം നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ മാനേജർമാരും ഫോർമാൻമാരും അതിന് കീഴിൽ എംപ്ലോയീസൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഡെഡ് ലൈൻസ് ഉണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതോറിറ്റി കമാൻഡ് ചെയ്യും. ആ കമാൻഡ് ചെയിൻ ഓഫ് സ്കലാർ ചെയിൻ വഴി താഴേക്ക് പോവുകയും അങ്ങനെ ആ കമാൻഡ് ഈവൻ താഴെയുള്ള ആളുകളിലേക്ക് വരെ എത്തുകയും അവർ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രതീതി, ഒരു ഹൈറാർക്കി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. പക്ഷേ നമുക്ക് ജപ്പാനിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഹൈറാർക്കി ആയിട്ടല്ല അവിടെ വർക്ക് നടക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എംപ്ലോയീസ് തന്നെയാണ് പലപ്പോഴും അവരുടെ വർക്ക് ഡിസൈൻ ചെയ്യുന്നതുമെല്ലാം. പിന്നീട് ഡിസിഷൻസ് എടുക്കുന്നതും നമ്മുടെ ഇന്ത്യൻ വർക്ക് കൾച്ചറിൽ ഡിസിഷൻസ് എടുക്കുന്നത് എപ്പോഴും മുകളിലുള്ള അതോറിറ്റി ഡിസിഷൻ എടുത്ത് താഴെയുള്ളവരോട് പറയാണ്. ആ ഡിസിഷൻസ് അവർ നിറവേറ്റാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ജപ്പാനിൽ എപ്പോഴും അവർ ഡിസിഷൻ എടുക്കുന്നത് കൂട്ടായിട്ട് തീരുമാനിച്ചാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചാണ് അവരുടേതായിട്ടുള്ള ഒരു ഡിസിഷൻസ് എടുക്കുകയും അന്തിമമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രധാനമായ തീരുമാനങ്ങൾ കമ്പനിക്ക് വേണ്ടി എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലാണെങ്കിൽ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ മുകളിലുള്ള അധികാരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഡിസിഷൻ എടുത്ത് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുത്ത് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയാണ് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുക. പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ജപ്പാനിൽ ആളുകൾ കൂടുതലായിട്ട് ഓവർ ടൈമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രതീതിയുണ്ട്. നമ്മുടെ ഇവിടെയും ഓവർ ടൈമായിട്ട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ജപ്പാനിൽ ആളുകൾ ഓവർ ടൈമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രതീതി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡെഡ് ലൈന് വേണ്ടിയോ അല്ലെങ്കിൽ അവർ കമ്പനിയെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രതീതി കൊണ്ടോ അല്ല, മറിച്ച് കമ്പനിയോടുള്ള കമ്മിറ്റ്മെൻറ്റും ആത്മാർത്ഥതയും കൊണ്ടാണ് അവർ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടുള്ളൊരു സെൽഫ് സാറ്റിസ്ഫൈഡ് അവസ്ഥയിൽ നിന്നുകൊണ്ട് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എംപ്ലോയീസ് പലപ്പോഴും വർക്ക് ചെയ്യുന്നത് മുകളിൽ നിന്നുള്ള ആളുകളുടെ പ്രഷർ വഴിയും പിന്നെ പണം സമ്പാദിക്കാനും അങ്ങനെ കുറേ കാര്യങ്ങൾ മൈൻഡിലിട്ട് തട്ടിക്കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ എംപ്ലോയീസ് പലപ്പോഴും വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത്. പിന്നെ കാണുന്ന വേറൊരു പ്രതീതിയാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ എംപ്ലോയീസ് എപ്പോഴും കമ്പനികൾ മാറി ഈ കിളികൾ കൂട് മാറി പോകുന്നത് പോലെ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് അവിടുത്തെ അട്രാക്ഷൻസും പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഒരു സ്ഥലത്ത് നിന്ന് ഓരോ സ്ഥലത്തേക്ക് മാറി അങ്ങനെ ജോലി ചെയ്യുന്ന ആ ഒരു പ്രതീതി അത് കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റിയെ കൂടുതലായിട്ട് ബാധിക്കും എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരാളൊരു കമ്പനിയെക്കുറിച്ച് പഠിച്ചു വരുമ്പോഴേക്കും അതിൻ്റെ ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ പഠിച്ചു വരുമ്പോഴേക്കും വേറൊരു അട്രാക്റ്റീവ് പേ സ്കെയിൽ കാണുകയോ അല്ലെങ്കിൽ മറ്റൊരു ജോലി സ്ഥലം കണ്ടെത്തുകയും അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് അവിടെ കണ്ടെത്തുകയും അങ്ങനെ അവിടേക്ക് പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യുന്നത് വഴി ഇവിടെ അദ്ദേഹം മാറുന്ന കമ്പനിയിൽ താറുമാറാവുന്ന കാര്യങ്ങളും നമുക്ക് കണ്ടെത്താനായിട്ടൊക്കെ സാധിക്കും. പക്ഷെ നമ്മൾ ജപ്പാനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു പ്രതീതി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ജപ്പാനിൽ ജോലി ചെയ്യുന്ന ആളുകൾ കുറേ കാലത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ കമ്പനിയുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് സ്വന്തം തീരുമാനങ്ങളാണ് കൂടുതലായിട്ട് അവിടെ പ്രാവർത്തികമാക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളിൽ നിന്നെല്ലാം നമ്മളെല്ലാവരും ലോജിക്ക് വെച്ച് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ജപ്പാനിലാണ് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഇന്ത്യയേക്കാൾ കൂടുതലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇന്ത്യയെ നമ്മൾ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ വർക്ക് കൾച്ചറിനെ ഒരിക്കലും കുറ്റം പറയുന്നതോ അല്ല. അതിൻ്റേതായ പോസിറ്റീവായിട്ടുള്ള കാര്യം ഉണ്ട്. ഇപ്പോൾ ഇന്ത്യൻ വർക്ക് കൾച്ചറിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ വർക്ക് കൾച്ചറിൽ റിലേഷൻഷിപ്പിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എംപ്ലോയീസ് തമ്മിലുള്ള റിലേഷൻസ് കൂടുതലായിട്ട് അത് വളർത്തുന്നത് വഴി പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് ഇന്ത്യൻ എംപ്ലോയേഴ്സ് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ജപ്പാനിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു
റിലേഷൻഷിപ്പ് അവർ 2-3 പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ല, അത് മൊത്തത്തിലുള്ള കമ്പനിയുടെ ഹാർമണിയെ നിലനിർത്തുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പിനെ കൂട്ടിക്കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതിലും നോക്കുകയാണെങ്കിൽ ജപ്പാൻ തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ അപ്രോച്ച് അല്ല നമ്മളിവിടെ സ്വീകരിക്കേണ്ടത്, മറിച്ച് ജപ്പാൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഇമിറ്റേഷൻ ലേണിങ്ങിലൂടെ നമ്മൾ സ്വന്തമാക്കി എടുക്കാനായിട്ടാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കേണ്ടത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ ജോലി കൊടുക്കുന്ന ആളുകൾ പലപ്പോഴും അവരുടെ പ്രോഫിറ്റ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഒരു സാധാരണ നമുക്ക് കേരളത്തിലെ ഒരു കോളേജോ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് എടുക്കുകയാണെങ്കിൽ തന്നെ അവർ കൊടുക്കുന്ന പേ സ്കെയിൽ വളരെ കുറവാണ്. ഒരു 15-14 ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷനെ പോലും ഒരു ബിസിനസ്സായിട്ടാണ് പലപ്പോഴും ആളുകൾ കാണുന്നത്. അപ്പോൾ ബിസിനസ്സായിട്ട് കാണരുത് എന്നല്ല പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ നമ്മൾ ഒരിക്കലും ബിസിനസ് അല്ലെങ്കിൽ വേറൊരു ഫീൽഡ് നമ്മൾ എടുക്കുകയാണ്, ഒരു ടെക്നിക്കൽ ഫീൽഡ് ആണെങ്കിൽ കൂടി IT മേഖല ഒഴിച്ച് ഉള്ള വേറെ പല ടെക്നിക്കൽ ഫീൽഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പേ സ്കെയിൽ എന്ന് പറയുന്നത് മാക്സിമം 15, അങ്ങനെ ഫ്രഷേഴ്സിനാണെങ്കിൽ 8 രൂപ, 8,000 അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു പേ സ്കെയിലാണ് നമ്മൾ കൊടുക്കുന്നത്. മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്നതിൽ എടുത്താൽ പൊങ്ങാത്ത ഡെഡ് ലൈൻസും എംപ്ലോയേഴ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവഴിയായിട്ട് എന്ത് സംഭവിക്കുന്നു? വർക്ക് സ്ട്രെസ് ആളുകളിൽ കൂടുകയും ആളുകൾ ഇന്ത്യയിൽ നിൽക്കാതെ വേറെ സ്ഥലങ്ങളിലേക്ക് ചേക്കേറുകയും അവരുടെ പ്രൊഡക്ടിവിറ്റിയും അവരുടെ കഴിവും ഇൻ്റലിജൻസും അവിടെ യൂസ് ചെയ്യുകയും ചെയ്യുകയാണ് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. പക്ഷെ ജപ്പാനിലേക്ക് നോക്കൂ, അവിടെ അവർ കൂടുതൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. കാരണം ഡിസിഷൻസ് എടുക്കാനുള്ള ഫ്രീഡം കമ്പനി അവർക്ക് കൊടുക്കുന്നുണ്ട്, അവർ സ്വയം തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ തന്നെ സ്വയം തീരുമാനമെടുത്ത് ഓവർ ടൈം ചെയ്യാനായിട്ട് കമ്പനിക്ക് വേണ്ടി തയ്യാറാണ്. നമ്മുടെ ഇവിടെയോ ഓവർ ടൈമിന് നിൽക്കുമ്പോൾ തോറും നമ്മൾ വാച്ചിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എത്ര പൈസ കിട്ടുമെന്ന് നമ്മൾ നോക്കുന്നു. പക്ഷേ ജപ്പാനിലാണെങ്കിൽ അവർ പൈസ മാത്രമല്ല ലക്ഷ്യം വയ്ക്കുന്നത്, ഓവറോൾ ഡെവലപ്മെൻറ്റാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പം നമ്മുടെ ശരീരം വളരുമ്പോൾ വയറ് മാത്രം വളർന്നാൽ എങ്ങനെയിരിക്കും? അതൊരു അവികസിതമായ ഒരു പ്രക്രിയയായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റാണ് നമ്മൾ പലപ്പോഴും ലക്ഷ്യം വെക്കേണ്ടിയിരിക്കുന്നത്. ഇത് പലപ്പോഴും എംപ്ലോയീസ് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല, എംപ്ലോയേഴ്സ് കൂടെ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ രാജ്യത്തെ സമഭാവന ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വർക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നതോടെ പ്രോഫിറ്റ് ഉണ്ടാവുന്നതോടെ കൂടെ തന്നെ കൂടുതൽ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് ഉണ്ടാകുവാനായിട്ട് ആളുകളെ സഹായിക്കുമെന്നുള്ളത് വളരെയധികം നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എംപ്ലോയി ആണെങ്കിലും നമ്മുടെ വർക്ക് പ്ലേസിനെ ഇത്തരത്തിൽ ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.